السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ പോലെ തന്നെ ഹജ്ജ് കർമ്മവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ പിൻപറ്റുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹജ്ജിൻ്റെ റുക്നുകളും അതിലെ വാജിബാത്തുകളും സുന്നത്തുകളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതുപോലെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അത് കൃത്യമായി നിർവഹിച്ചവരായിരുന്നു നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞിരുന്നു, ഈ ഹജ്ജിന് ശേഷം ഇനിയൊരു ഹജ്ജ് നിർവഹിക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല സ്വഹാബത്തെ എന്ന്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജ്ജിൻ്റെ വേളയിൽ പറഞ്ഞു, സ്വഹാബത്തിനോടായിട്ട് പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇത്. ഹജ്ജിൻ്റേത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും എല്ലാ ആരാധനാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ് സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയും പറഞ്ഞില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കുക. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് നിരോധിച്ചത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക എന്ന്. മതത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കാത്ത കാര്യത്തിൽ ഒരിക്കലും ഒരു സ്വതന്ത്രമായ ഒരഭിപ്രായം നമുക്കുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ പാടില്ല തന്നെ അവർക്ക് ആ കാര്യത്തിൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം എടുക്കാൻ അവർക്ക് പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും തുടരുകയാണ്, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീന. വല്ലവനും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ധിക്കരിച്ചാൽ അവർ വ്യക്തമായ വഴികേടിലായിരിക്കും എന്നും നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ കാര്യത്തിൽ നമ്മിലില്ലാത്ത ഒരു കാര്യം വല്ലവനും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മറ്റുള്ള ആരാധന പോലെ തന്നെ ഹജ്ജിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ ചെയ്തിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ചെയ്യാൻ പരിശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.